വൈറലായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ 2 സ്കൂപ്പ് ഐസ്ക്രീമും ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസായിട്ട് വരണം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ഐസ്ക്രീം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ലൂസായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമ്മളിതാ ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലൊന്ന് 2 സൈഡും ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ബ്രെഡ് ഇതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൈഡും ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പാനിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ട് നമുക്കൊരു 4 ബ്രെഡ് ടോസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂ ചോപ്പ് ചെയ്തതും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറലായിട്ടുള്ള. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആയതുകൊണ്ട് ആ ഒരു പിസ്തയുടെ കളർ ബ്രെഡും വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ കളർ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം വെച്ചിട്ട് റെഡിയാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്